TP കേസിലെ CPM ഉന്നതരുടെ ബന്ധത്തെക്കുറിച്ചുള്ള അന്വേഷണം അട്ടിമറിക്കാനാണ് സോളാർ സമരം ഒത്തുതീർപ്പാക്കിയെന്ന ആക്ഷേപം ശക്തമാകുന്നു. ഉന്നത CPM നേതാക്കളുടെ അറിവോടെയാണ് ഈ കൊലപാതകം നടന്നതെന്ന് കോൺഗ്രസ് തന്നെ ആരോപിച്ചിട്ടും അതിലേക്ക് അന്വേഷണം നീങ്ങിയിട്ടുമില്ല. കോടതികൾ ഇടപെട്ടതോടെയാണ് പ്രാദേശിക നേതാക്കളെങ്കിലും പ്രതിസ്ഥാനത്തേക്ക് എത്തിയത്. MK വിനോദ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിനോദ്, ഈ ഒത്തുതീർപ്പിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും അനു, നമ്മൾക്കറിയാം ഈ സോളാർ സമരം ഒത്തുതീർപ്പായിരുന്നു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നത് മാധ്യമപ്രവർത്തകനായിട്ടുള്ള ജോൺ മുണ്ടക്കയം എഴുതിയ ലേഖനത്തിലൂടെയാണ് ഈ വിഷയം വീണ്ടും ചർച്ചയാകുന്നത്. 10 വർഷം മുമ്പ് നടന്ന ഒരു സമരമാണ്. 2013 ഓഗസ്റ്റിൽ നടന്ന ഒരു സമരത്തെ പറ്റി വീണ്ടും ഇത് ചർച്ചയാകുന്നത് ആ ലേഖനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. പക്ഷേ ഈ വിഷയം വളരെ വിവാദമായി വരുമ്പോഴും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മുമ്പിലേക്ക് വരുന്നത് CPM-ഉം കോൺഗ്രസും തമ്മിലുള്ള ഒത്തുതീർപ്പായിരുന്നു ഈ സമരം എന്നുള്ളതാണ്. അതെന്തിനു വേണ്ടി എന്നുള്ള ഒരു ചർച്ചയും ഇപ്പോൾ സജീവമാണ്. കാരണം 2012 മെയ് 4-നായിരുന്നു TP ചന്ദ്രശേഖരനെ 52 വെട്ടുവെട്ടി CPM കൊലപ്പെടുത്തിയത്. ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതികൾ എന്ന് പറയുന്നത് CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നു. അന്നത്തെ കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ആ കേസിൽ ഉൾപ്പെട്ടിരുന്നു. കുഞ്ഞനന്തനെ പോലുള്ള പ്രധാനപ്പെട്ട CPM-ന്റെ ആളുകൾ വരെ അറസ്റ്റിലാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരുന്നു. വളരെ ശക്തമായ നിലയിൽ ഇടപെട്ടുകൊണ്ട് CPM-ന്റെ വളരെ പ്രധാനപ്പെട്ട നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം. അങ്ങനെ അറസ്റ്റ് ചെയ്ത ശേഷം അത് CPM-ന്റെ സംസ്ഥാന നേതാക്കളിലേക്കും എത്തുന്ന ഒരു സാഹചര്യമാണ് ആ കേസിൻ്റെ ഭാഗമായി മുമ്പിലേക്ക് വന്നത്. അപ്പോഴാണ് ഈ സോളാർ കേസ് ഒരു ഇടുത്തി പോലെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ മുമ്പിൽ വന്ന് വീഴുന്നത്. വളരെ വിവാദപരമായ ഒരു കേസ് വന്ന് വീഴുന്നു. ഇടതുപക്ഷം അത് വലിയ ശക്തമായ സമരവുമായി രൂപപ്പെട്ട് കൊണ്ടുവരുന്നു. അങ്ങനെ സെക്രട്ടേറിയറ്റ് വളയുന്നു. മുഖ്യമന്ത്രിയുടെ രാജി അല്ലാതെ ഇതിൽ നിന്നും പിന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള നിലയിൽ വളരെ ശക്തമായ സമരവുമായി CPM മുമ്പിലേക്ക് വരുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ടതുപോലെ ഈ സമരം അവസാനിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ത് എന്നുള്ള ചർച്ചകളിലേക്ക് വരുമ്പോഴാണ് മനസ്സിലാവുന്നത് TP ചന്ദ്രശേഖരൻ കേസും സോളാർ കേസും പരസ്പര ധാരണയോടുകൂടി ഇരു പാർട്ടികളും പ്രത്യേകിച്ചും കോൺഗ്രസും CPM-ഉം അവരുടെ തന്നെ മുഴുവൻ നേതാക്കൾ പോലും അറിയാതെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡീലാണ് നടന്നത് എന്നുള്ള ചർച്ചയാണ് ഇപ്പോൾ സജീവമായി വരുന്നത്. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ അന്വേഷണം പ്രാദേശിക നേതാക്കളിലേക്ക് ഒതുക്കിയപ്പോൾ ഈ സോളാർ കേസിൻ്റെ സമരവും വളരെ പെട്ടെന്ന് പിൻവലിക്കുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടായി. ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ഒത്തുതീർപ്പാണ് സോളാർ സമരത്തിൻ്റെ പിന്നിൽ നടന്നത് എന്നുള്ളതാണ്. അതിന് TP ചന്ദ്രശേഖരന്റെ ചോര, അദ്ദേഹത്തിന്റെ രക്തം ഇതിനു വേണ്ടി വന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. തന്നെ വളരെ സമുന്നതരായിട്ടുള്ള അച്യുതാനന്ദനെ പോലുള്ള ആളുകൾക്ക് പോലും TP ചന്ദ്രശേഖരനോട് ആഭിമുഖ്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോലും പോയി MLA K. രമ ചന്ദ്രശേഖരനെ ആശ്വസിപ്പിച്ച ഒരു നേതൃപാരം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ഒക്കെ ഉള്ളപ്പോഴും അച്യുതാനന്ദന് പോലും എതിർപ്പുണ്ടായിരുന്ന വളരെ ഉന്നതരായ CPM-കാരുണ്ടായിരുന്നു. അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സോളാർ സമരവുമായി ഒത്തുതീർന്നത്. തീർച്ചയായും ഇന്ന് ഇതേ വിഷയമാണ് ഇന്ന് ജനം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നതും. MK വിനോദാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.